ശബരിമല ഡോളി സമരത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. സ്പെഷ്യൽ കമ്മീഷണറോടാണ് റിപ്പോർട്ട് തേടിയത്. ഇന്ന് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഡോളി സർവീസുകാരുടെ മിന്നൽ പണിമുടക്ക്, അതോടൊപ്പം ഇതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങൾ. ശബരിമലയിലെ ഡോളി തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണറോട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഇന്ന് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് മറുപടിയായിട്ട് വാക്കാൽ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഡോളി സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടായിട്ട് സ്പെഷ്യൽ കമ്മീഷണർ നൽകേണ്ടത്. ഈ പ്രീപെയ്ഡ് കൗണ്ടർ ഡോളി സർവീസിനെ ഒരുക്കാനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയാണ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത്. തങ്ങളോട് കൂടിയാലോചന നടത്താതെയാണ് ഏകപക്ഷീയമായിട്ട് ദേവസ്വം ബോർഡ് ഈ പ്രീപെയ്ഡ് കൗണ്ടർ ഒരുക്കിയത്. പമ്പ സന്നിധാനം അടക്കമുള്ള ഇടങ്ങളിൽ ഈ പ്രീപെയ്ഡിനുള്ള കൗണ്ടർ ഒരുക്കും. എന്നിട്ട് നിശ്ചയിച്ച തുക, അത് ഓൺലൈനായിട്ടോ അല്ലാതെയോ ഭക്തർക്ക് പണം അടയ്ക്കാം. ഈ ഒരു സർവീസിന് 250 രൂപ വെച്ച് ദേവസ്വം ബോർഡ് അധികമായിട്ട് ഈടാക്കുകയും ചെയ്യും. ഓരോ ഭാരം അനുസരിച്ചാണ് ഈ ഡോളി സർവീസിനുള്ള തുക കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ, അതായത് പ്രീപെയ്ഡ് കൗണ്ടർ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഏത് വിധത്തിലാണെന്നോ ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും ഈ തൊഴിലാളികളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല ദേവസ്വം ബോർഡ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് തൊഴിലാളികൾ നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം പ്രായാധിക്യം വന്നവരൊക്കെ തന്നെ ആശ്രയിക്കുന്നത് ഡോളി സർവീസിനെയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ വിഷയം ഗൗരവമായിട്ട് തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ കമ്മീഷണർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പിന്നീട് പരാമർശങ്ങൾ നടത്തുകയും ചെയ്യും. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം ഈ ഡോളി ചെയ്യാൻ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ബോർഡ് യോഗത്തിന് ശേഷം സംസാരിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്.